ഒരു ചുംബനം കൂടി. രചന എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. അവതരണം ഷാഹുൽ മലയിൽ. മോളെ, നിനക്ക് വേണ്ടിയാ പറയുന്നത്. വർഷം 9 കഴിഞ്ഞു. നീ ഇനി അവനെ ഓർത്ത് കഴിയാനാണോ നിന്റെ പുറപ്പാട്? നിനക്കിപ്പോഴും പ്രായം അധികമൊന്നും ആയില്ലല്ലോ എന്ന് അബു ചോദിച്ചതും എന്നെയും മോനെയും നിങ്ങൾക്ക് ഇപ്പോഴേ മടുത്തോ എന്ന് ഉപ്പയോട് ഫസീല മറുചോദ്യം ചോദിച്ചതും അതല്ല മോളെ, ഞങ്ങളുടെ കാലശേഷം നിന്റെയും നിന്റെ മകൻ്റെ അവസ്ഥ എന്താവെന്നോർത്ത് എനിക്കും നിന്റെ ഉപ്പാക്കും വല്ലാത്തൊരാധി. അതുകൊണ്ടാ ഉപ്പ നിന്നോട് അങ്ങനെ ചോദിച്ചത് എന്നുമ്മ പറഞ്ഞതും ഒന്നും അറിയാത്ത തൻ്റെ മകൻ മുറ്റത്ത് അടുത്ത വീട്ടിലെ കുട്ടികളുമൊത്ത് കളിക്കുന്ന നോക്കിയിരിക്കുന്ന ഫസീലയുടെ മനസ്സ് വർഷങ്ങൾ പിന്നോട്ട് പോയി. മോളെ വസീല, ഇന്ന് എന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് എന്ന് ബാപ്പ ഉമ്മർത്തെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ റൂമിൽ നിന്നും തൻ്റെ സുൽത്താൻ കാണാൻ വരുന്നുവല്ലേ, നിന്നെ ആദ്യമായി കാണാൻ വരുന്ന പോലെ. പാവം ഉപ്പയും ഉമ്മയും അവരുണ്ട് അറിയുന്നു. നിങ്ങൾ 2 വർഷമായി എന്നും കാണാറുണ്ടെന്നും പ്രണയത്തിലാണെന്നും എൻ്റെ കൂട്ടുകാരി രേഷ്മ എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട്. ആ ഫസീല, നടക്കട്ടെ, ഞാനിങ്ങി പോവുകയാ. എടി രേഷ്മ പോകല്ലേ, വന്നിട്ട് പോവാം. ഓക്കെ, നീ കുളിച്ച് മഞ്ചത്തിയാകും, അപ്പോഴേക്കും ഞാനും വരാം എന്ന് പറഞ്ഞ് രേഷ്മ അവരുടെ വീട്ടിലേക്ക് പോയി. ഒരു 11 മണിയായപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു കാറ് വന്ന് നിർത്തിയതും ഉപ്പ വിളിച്ചു പറഞ്ഞു, ഷെരീഫ അവരെത്തിയെന്നാ തോന്നുന്നു. ഉമ്മയും രേഷ്മയും പലഹാരങ്ങളും ചായയും റെഡിയാക്കി കാത്തു നിന്നു. ഞാൻ റൂമിൽ പോയി ഒന്ന് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി. ഡൈനിങ് ഹാളിൽ ഉപ്പയുമായി അവർ സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും ചായയും പലഹാരങ്ങളും ഉപ്പയും അവരിരുന്ന കസേരക്കുമ്പിലായുള്ള ടേബിൾ നിരത്തി. അവരെല്ലാവരും ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഇനി കുട്ടിയോട് നമ്മൾ കണ്ട് സംസാരിച്ചോട്ടല്ലേ ബ്രോക്കർ ജബ്ബാർ പറഞ്ഞു. ആയിക്കോട്ടെ, അകത്തുണ്ട്, കണ്ടോളൂ. റൂമിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഉപ്പ പറഞ്ഞു. റൂമിൽ കയറി ഫിറോസ് എന്നോടായി ചോദിച്ചു, ആർക്കെങ്കിലും സംശയമുണ്ടോ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്? ഇല്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനിയെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നടക്കട്ടെ. അവർ പോയി. പിന്നെ കല്യാണം ഉറപ്പിക്കലും കല്യാണം എല്ലാം പെട്ടെന്നായിരുന്നു. 6 മാസം ലീവിന് നാട്ടിൽ വന്ന ഫിറോസിന് ഇനി നാളെ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ. രാവിലെ അങ്ങാടിയിൽ പോയി വന്ന ഫിറോസിനോട് താൻ ചെവിയിൽ പറഞ്ഞു, ഒരു സസ്പെൻസ് ഉണ്ട്. എന്താ? ഇന്ന് രാത്രി പറയാം. അത് വേണം, ഇപ്പൊ പറഞ്ഞൂടെ? രാത്രി വരെ കാത്തിരിക്കും. രാത്രി ഫിറോസ്ക്ക് എന്നെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഫസി, ഞാൻ നാളെ പോകും. എങ്ങനെ നിന്നെ കാണാതെ അത്രയും കാലം ഞാൻ കഴിച്ചുകൂട്ടെന്നറിയില്ല. പിന്നെ എന്താ സസ്പെൻസ്? അതെ ഇക്കൊരു ബാപ്പയാകാൻ പോകുന്നു. സത്യമാണോ ഫസി? അതെ. എന്നാൽ ഞാൻ പോകുന്നില്ല. എന്താ പറയുന്നത്? ഡെലിവറി ഡേറ്റ് ആകുമ്പോഴേക്കും ഇങ്ങ് വരില്ലേ? ജോലി കളയണ്ട. ഓക്കെ, സമയത്തിന് ഞാനിങ്ങ് വരും. എനിക്ക് 7 മാസമായപ്പോൾ ഒരു ദിവസം അസഹ്യമായ വേദന കൊണ്ട് ഞാൻ പൊളഞ്ഞു. ഉമ്മയും ഉപ്പയും അടുത്ത വീട്ടിലെ ഗോപിയേട്ടനെ വിളിച്ചു. അയാൾ കാറുമായി എത്തി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഗൈനക്കോളജിയെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കേട്ട് ഞങ്ങളുടെ സന്തോഷം ഒരു പാഴ് സ്വപ്നമായി മാറുമെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ, ആരെങ്കിലും ഒരാളെ മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഫിറോസ്ക ഗൾഫിൽ നിന്ന് വിളിച്ചു. ഫസി, എനിക്ക് എന്നെ സ്നേഹിച്ച് കുതി തീർന്നിട്ടില്ലടി. അതിനുമുമ്പ് ഒരു പരീക്ഷണം വേണ്ട. എനിക്കെൻ്റെ കുട്ടിയെ വേണ്ട. നീയാ എനിക്ക് വലുത്. ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വപ്നങ്ങളെ നെയ്തു കൂട്ടിയത്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് ഒഴിവാക്കാം. ഇക്ക എന്താ പറഞ്ഞ്? എൻ്റെ ഉദരത്തിൽ വളരുന്ന ഇക്കാൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കാനോ? വേണ്ട ഇക്ക, അത് ഞാൻ സമ്മതിക്കില്ല. ഇക്ക എന്ത് പറഞ്ഞാലും പഠിച്ചോ വിചാരിച്ച പോലെ എല്ലാം നടക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ പ്രസവിക്കും എന്ന എൻ്റെ വാശിക്ക് മുമ്പിൽ എൻ്റെ ഫിറോസ്ക്ക് കീഴടങ്ങി. ഒടുവിൽ വേദന കൂടുതലായപ്പോൾ ഡോക്ടർ പറഞ്ഞു സിസേറിയൻ വേണമെന്ന്. ഇക്കാര്യം ഇക്കയെ വിളിച്ചറിയിച്ചപ്പോൾ ഇക്കയുടെ വാക്കുകളിൽ കേട്ട ടെൻഷൻ മനസ്സിലാക്കി ഉമ്മ പറഞ്ഞു, അവൾക്കും കുഞ്ഞിനൊന്നും സംഭവിക്കില്ല മോനെ എന്ന്. ഇക്കയുടെ ദുആയുടെ കാരണമായിരിക്കാം. എന്തായാലും എനിക്കും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. 2 മാസത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വന്നു. ഈ സമയമൊക്കെ നാട്ടിലെത്താൻ ഫിറോസ്ക്ക് ശ്രമിച്ചെങ്കിലും കമ്പനി ലീവ് അനുവദിച്ചില്ല. അങ്ങനെ മോന് 9 മാസം ആയപ്പോഴേക്കും ഒരു ദിവസം ഇക്ക ഇങ്ങനെ എല്ലാ ദിവസവും ഫോൺ വിളിച്ചിട്ട് നമ്മുടെ മോൻ്റെ വിശേഷം അറിഞ്ഞാൽ മതിയോ? ഇക്കാക്ക് എന്നെയും മോനെയും കാണാൻ കൊതിയാവുന്നില്ലേ? അതേ ഫസി, ഇന്നേക്ക് 3 മാസമാകുമ്പോൾ ഞാനെത്തും. എനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ട്. മാർച്ച് 25-ന് ഞാനെത്തും. അന്നു മുതൽ ഞാൻ മഞ്ചാടിക്കുരു അത്രയും ദിവസം കണക്കാക്കി എടുത്തു വെച്ച് ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് എടുത്തിടും. ദിവസവും തൻ്റെ പ്രിയതമനെ ഓർത്തുകൊണ്ട് അങ്ങനെ മഞ്ചാടി എണ്ണി തീരാറായി. ഇനി വെറും 7 ദിവസം കൂടി. ഇന്ന് ഫിറു വിളിച്ചിരുന്നു. അന്ന് രേഷ്മേനെ കളിയാക്കി പറഞ്ഞിരുന്നു, ഇനിയിപ്പോൾ നിന്നെ കാണാൻ കിട്ടില്ല അല്ലേ? ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ സുൽത്താൻ വരുന്നതല്ലേ? മാർച്ച് 23-ാം തീയതി മുതൽ ഇക്കയുടെ വിളിയൊന്നും വന്നില്ല. ഞാൻ അങ്ങോട്ട് കുറേ പ്രാവശ്യം വിളിച്ചു നോക്കി, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 24-ാം തീയതി മൂത്താപ്പോന്ന് പറഞ്ഞു.
ഞാൻ അകത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ സന്തോഷിച്ചു. ഉപ്പയോട് എന്തൊക്കെയോ പറഞ്ഞു. മൂത്താപ്പ പെട്ടെന്ന് പോയി. മോനെന്താ സാധാരണ വരുമ്പോൾ വിളിച്ചു പറയാറില്ലേ? ഇതെന്താ മോളെ ഒന്നും പറയാതെ? ഉമ്മ ചോദിച്ചു. ഉമ്മ ഇക്ക ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. എന്നാലും 2 ദിവസം എന്നെ വിളിച്ചില്ലല്ലോ. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നാസ്ത കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് നാട്ടിലെ ചിലർ വന്നുകൊണ്ട് പറഞ്ഞു, ഫിറോസിന് ഗൾഫിൽ നിന്ന് വാഹനാപകടത്തിൽ ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം വീടിന് മുറ്റത്ത് നാട്ടിലെ ചെറുപ്പക്കാർ പായ വലിച്ചു കെട്ടി കസേരകൾ നിരത്തിയിട്ടു. വീട്ടിൽ ബന്ധുക്കളും നാട്ടുകാരും കൂടിക്കൂടി വന്നു. എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഭയം ഉടലെടുത്തു. പടച്ചോനെ, എൻ്റെ ഫിറുവിന് എന്താ പറ്റിയത്? ഹാളിലെ ജനലിലൂടെ ഉപ്പയെ നോക്കിയപ്പോൾ ഉപ്പ ഒരു മൂലയിൽ തലക്ക് കയ്യും കൊടുത്തിരിക്കുന്നു. ഞാൻ ഉമ്മറത്തിറങ്ങി ഉപ്പയുടെ അരികിൽ പോയി ചോദിച്ചു, ഉപ്പ, എൻ്റെ ഫിറുവിന് എന്താ പറ്റിയത്? ഉപ്പ എന്നൊന്നും പറയാത്ത? മോളെ, നമ്മുടെ ഫിറോസിന് എന്ന് പറഞ്ഞ് ഉപ്പ വിങ്ങിപ്പൊട്ടിയപ്പോൾ അകത്തുനിന്ന് രേഷ്മ എന്നെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. എന്താ എല്ലാവരും ഇങ്ങനെ? നീ ഇങ്ങനൊന്ന് പറ രേഷ്മ. ഫസീല, നിന്റെ ഫിറോസ്ക നിന്നെ വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോയി. അത് കേട്ടതോടുകൂടി ഞാൻ ബെഡിലേക്ക് തളർന്നു വീണു. കുറച്ചു കഴിഞ്ഞ് വണ്ടിയുടെ ശബ്ദം കേട്ട് ഞാൻ അകത്തെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ വീടിന്റെ മുറ്റത്തിനടുത്തായി വന്നിരുന്ന ആംബുലൻസിൽ നിന്നും മൂത്താപ്പ് ഇറങ്ങി. ആളുകൾ ആംബുലൻസിന് ചുറ്റുമായി തടിച്ചുകൂടി. വാഹനത്തിന്റെ അരികിൽ നിന്നും മൂത്താപ്പയാണ് ഉപ്പയെ വിളിച്ച് എവിടേക്കാണ് വെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അകത്തേക്ക് വെക്കാമെന്നും പറഞ്ഞു. ആംബുലൻസിലേക്ക് നോക്കിയപ്പോൾ ആണിയടിച്ച പെട്ടി കണ്ടതോടുകൂടി എൻ്റെ അലർച്ചയ്ക്കൊപ്പം ഉമ്മയുടെയും ഉപ്പയുടെയും കരച്ചിൽ ഉച്ചത്തിൽ ഉയർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രേഷ്മി അമ്മായി വന്ന് മോളെ നിനക്കൊന്ന് കാണണ്ടേ എന്ന് പറഞ്ഞ് എന്നെ താങ്ങി പിടിച്ച് എൻ്റെ ഫിറുവിനെ കാണിക്കാൻ കൊണ്ടുപോയതും പെട്ടിക്കകത്ത് കിടത്തിയ ഫിറുവിൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ ഞാൻ കുതിരിയ മയ്യത്തിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഫിറുക്ക, എൻ്റെ ഫിറുക്കാക്ക് എന്താ പറ്റിയത്? ഫിറുക്ക ഒന്ന് കണ്ണു തുറക്ക്. ഫിറുക്കയല്ലേ പറഞ്ഞ് നമ്മുടെ മോനെ കാണാനാ വരുന്നതെന്ന്. എന്നിട്ട് നമ്മുടെ മോനെ കാണണ്ടേ ഫിറുക്കാക്ക്? ഉമ്മ, എൻ്റെ മോനെ ഒന്ന് എടുത്തിട്ട് ഫിറുക്കാൻ്റെ നെഞ്ചത്ത് കിടത്ത്. ഫിറുക്ക എപ്പോഴും വിളിക്കുമ്പോൾ പറയും, ഫസി, നമ്മുടെ മോനിൻ്റെ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞിട്ടില്ലേ എന്ന് ഉറങ്ങാറ്. എപ്പോഴാ എൻ്റെ നെഞ്ചിൻ്റെ ചൂടൊന്ന് അവനറിയുക? പടച്ചോനെ, ഇനി ഞങ്ങൾക്ക് ആരാണുള്ളത്? എന്തിനാ ഞങ്ങൾക്ക് ഈ വിധി തന്നത്? ആരുടെ പ്രതീക്ഷയില്ല ഞങ്ങളിനി ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഫിറുഖാന്റെ മയ്യത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന എന്നെ അമ്മായി രേഷ്മയും ബലം പ്രയോഗിച്ച് അകത്തു കൊണ്ടുപോകുമ്പോൾ അമ്മായി പറയുന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യാനാ മോളെ, അവൻ നാട്ടിലേക്ക് വരുമ്പോൾ മോന് കളിക്കാനുള്ള കളിപ്പാട്ടം വാങ്ങിയ റോഡിന് സൈഡിലൂടെ വരുമ്പോൾ ഒരു വണ്ടി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. കളിപ്പാട്ടങ്ങളൊക്കെ റോഡിന് സൈഡിൽ ചിതറി കിടക്കുന്നുണ്ടെന്നാ കേട്ടത്. എന്ത് ചെയ്യാനാ മോളെ? മോനെ കാണാനുള്ള ഒരുപാട് ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്ന അവൻ നടന്നത്. പക്ഷേ മോനെ കാണാനുള്ള വിധി അവനുണ്ടായില്ല. പിന്നിൽ നിന്ന് ഉമ്മ വന്ന് തോണ്ടി വിളിച്ചപ്പോഴാണ് ഫസീല ആലോചനയിൽ നിന്ന് ഞെട്ടിയുണർന്നത്. മോളെ, നിന്നെ കാണാൻ ഇന്നൊരു കൂട്ടർ വരാമെന്ന് പറഞ്ഞിരുന്നു. എന്താ അവരോട് പറയേണ്ടത്? ഉമ്മ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ഫിറോസിൻ്റെ സ്ഥാനം. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ആ സ്ഥാനം ഫിറോസിന് മാത്രമുള്ളതാണ്. അതിലൊരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഫസീല എഴുന്നേറ്റ് തൻ്റെ ബെഡ്റൂമിൽ പോയി വാതിലടച്ച് കുറ്റിയിട്ട ശേഷം ഷോക്കേസ് തുറന്ന് അതിൽ നിന്ന് ഫിറോസിൻ്റെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു.